കൊല്ലം ശാസ്താംകോട്ടയിൽ പമ്പിലെ ജീവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കുഴഞ്ഞു വീഴുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് കുറെ ആൾക്കാർ ചുറ്റും കൂടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. പക്ഷെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. ശരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നത് ഈ ഒരു കാര്യമാണോ? അല്ല. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു CPR ആയിരുന്നു അദ്ദേഹത്തിന് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഒന്നാമത്തെ ഒരു കാര്യം, ആദ്യം തന്നെ ആളുടെ കരോട്ടിഡ് പൾസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പൾസ് കിട്ടുന്നില്ല, വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ CPR സ്റ്റാർട്ട് ചെയ്യാൻ കൂടി നോക്കണം. CPR സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്രയും നിങ്ങൾക്ക് ഡോക്ടർമാരോ നഴ്സുമാരോ ആവണം എന്നൊന്നുമില്ല, ഏതൊരു വ്യക്തിക്കും ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ചെസ്റ്റിന്റെ മിഡിൽ പോർഷൻ, മധ്യഭാഗം നിങ്ങൾ നോക്കുക. ചെസ്റ്റിന്റെ മധ്യഭാഗത്തില് രണ്ട് നിപ്പിൾസിന്റെ സൈഡ്, ആ ഒരു പോർഷനിൽ കുറച്ചൊന്ന് ലെഫ്റ്റ് ആയിട്ട്, ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഹാർട്ട് പ്ലേസ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ആദ്യം ഒരു കൈന്റെ മുകളിൽ മറ്റൊരു കൈ നിങ്ങളെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സെന്റർ പോർഷൻ കൊണ്ട് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പൊസിഷൻ നമ്മുടെ കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ ഫോഴ്സ് കൊണ്ട് വേണം നമ്മൾ പ്രഷർ കൊടുക്കാനായിട്ട്. പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 5 സെന്റിമീറ്റർ ഡെപ്ത്, അറ്റ്ലീസ്റ്റ് 5 സെന്റിമീറ്ററിലേക്ക് നമ്മൾ പുഷ് ചെയ്തിട്ട് വേണം പ്രഷർ കൊടുക്കാൻ. 30:2 എന്നൊരു പ്രൊപ്പോർഷനിൽ നിങ്ങൾ CPR കൊടുക്കാനായിട്ട് നോക്കുക. അതായത് ഒരു സൈക്കിളിൽ 30 വട്ടം കംപ്രഷൻ ചെയ്യുക. 30 വട്ടം കംപ്രഷൻ ചെയ്ത് കഴിഞ്ഞ് വായിലൂടെ 2 വട്ടം സോഫ്റ്റ് ആയിട്ടൊന്ന് ബ്രീത്തിങ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വായിലൂടെ ശ്വാസം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കംപ്രഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചില ആളുകൾക്ക് എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ അല്ലെങ്കിൽ 2 സൈക്കിളിൽ തന്നെ ശ്വാസം കിട്ടുന്നതായിരിക്കും. അങ്ങനെ ശ്വാസം വന്നു എന്ന് തോന്നുമ്പോൾ ആളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും കൂടി നോക്കുക കേട്ടോ. ബാക്കിയുള്ള ECG, 2D ഒക്കെ എന്ന് പറയുന്ന മറ്റു പല ടെസ്റ്റിലൂടെയും നോക്കാനായിട്ട് പറ്റും. ഹാർട്ടിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടോ, അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ആ ഒരു വ്യക്തിക്ക് ശ്വാസം വന്നില്ല, 1-2 സൈക്കിൾ കഴിഞ്ഞിട്ടും CPR കൊടുത്തിട്ട് ശ്വാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ CPR നിർത്തരുത്. CPR കണ്ടിന്യൂസ് ആയിട്ട് കംപ്രഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു സമയം കൊണ്ട് ഒരു ആംബുലൻസിനെ വിളിച്ചിട്ട് ആ ഒരു വ്യക്തിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കണം. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ കംപ്രഷൻ ചെയ്യുന്നത് നിർത്തരുത് കേട്ടോ. ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നാളെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, ഫാമിലിയുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നിൽക്കരുത്, പെട്ടെന്ന് തന്നെ CPR കൊടുക്കാനായിട്ട് നിങ്ങൾ ശീലിച്ചു തുടങ്ങുക. സോ എല്ലാവർക്കും ഈ അറിവ് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. സ്റ്റേ ഹെൽത്തി.